രാവിലെ സമയം ഏകദേശം 8:15. അതിശക്തമായ ഒരു പ്രകാശം കണ്ട് വാതിൽ തുറന്നതും ഭീകരമായ ഒരു സ്ഫോടന ശബ്ദം. വാതിലുകളും ജനലുകളും തകർന്നു വീഴാൻ തുടങ്ങി. ആ കുന്നിൻ മുകളിൽ നിന്ന് ഞങ്ങൾ കണ്ടത് തകർന്ന് തരിപ്പണമായി കത്തുന്ന ഒരു ഹിരോഷിമ നഗരമാണ്. മുറിവേറ്റ് റോഡിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ജനങ്ങളെയാണ്. 1945 ഓഗസ്റ്റ് 6 ഫാദർ പെദ്രോ അരൂപ്പെ ഇങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്. എന്തു ചെയ്യണമെന്നറിയാത്ത അപാരമായ നിസ്സഹായതയുടെ അവസ്ഥയിൽ അരൂപ്പെ അച്ഛൻ പാതി തകർന്ന വൈദിക പരിശീലന കേന്ദ്രം ആശുപത്രിയാക്കി. പകുതി പൊളിഞ്ഞ ചാപ്പലിൽ മുറിവേറ്റവരുടെ കഠിനമായ വേദനകൾ ബലിവേദിയിലെ കാഴ്ച വസ്തുക്കളാക്കി. പരിമിതമായ അവസ്ഥയിൽ 150ഓളം പേർക്കാണ് അവർ സാന്ത്വനവും ശുശ്രൂഷയും നൽകിയത്. ജീവിതത്തിൽ ഒന്നും തന്നെ യാദൃശ്ചികമല്ല. ജീവിതത്തിലെ എല്ലാ അവസ്ഥയിലും ദൈവം നമ്മളെ ഒരുക്കുകയാണ്. വിശുദ്ധ ഇഗ്നേഷ്യസ് പറയുന്നത് പോലെ ജീവിതത്തിലെ ഏതൊരവസ്ഥയിലും ദൈവത്തിൻ്റെ ഒരു കൊച്ചു കരമുണ്ടാകും. അത് നമുക്ക് കാണാൻ കഴിയുമ്പോഴേ ആ കരം പിടിച്ച് പ്രത്യാശയുടെ ഒരു ചെറു പുഞ്ചിരിയോടെ നമുക്ക് മുന്നേറാൻ കഴിയും.